ഹായ് എവരിവൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി സപ്ലിമെൻ്ററി ടെക്സ്റ്റ് ബുക്കായ മഹാഭാരതിലെ 2ാമത്തെ ലെസനാണ് നോക്കുന്നത്. ലെസൻ്റെ പേര് ദേവ്രത് എന്നാണ്. നമുക്ക് നോക്കാം. ഗംഗ एक सुंदर युवती का रूप धारण किए नदी के तट पर खड़ी थी. ഗംഗ ഒരു സുന്ദരിയായ യുവതിയുടെ രൂപത്തിൽ ഗംഗാ നദിയുടെ കരയിൽ നിൽക്കുമായിരുന്നു. उनके सौंदर्य और नवयौवन ने राजा शांतनु को मोह लिया था. അപ്പോൾ ആ യുവതിയുടെ സൗന്ദര്യം കണ്ട് രാജാവിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ രാജാവിൻ്റെ പേരാണ് ശാന്തനു. ശാന്തനു എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ലെസണിൽ നമ്മൾ നോക്കിയിരുന്നു. ശാന്തനു ഹസ്തിനാപൂർ എന്ന സ്ഥലത്തെ രാജാവായിരുന്നു. ശാന്തനുവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ശാന്തനുവിൻ്റെ മകൻ ചിത്രാംഗദ് രാജാവായി. ആ ചിത്രാംഗദും പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. അപ്പോൾ ചിത്രാംഗദിൻ്റെ ഭായി അല്ലെങ്കിൽ സഹോദരൻ രാജാവായി. അയാളുടെ പേരായിരുന്നു വിചിത്രവീര്യ. വിചിത്രവീര്യന് 2 മക്കളുണ്ടായിരുന്നു. ഒരാളുടെ പേര് ധൃതരാഷ്ട്ര, മറ്റേയാളുടെ പേര് പാണ്ഡു. ധൃതരാഷ്ട്രൻ്റെ മക്കളാണ് കൗരവർ, പാണ്ഡുവിൻ്റെ മക്കളാണ് പാണ്ഡവർ. അപ്പോൾ അങ്ങനെ ആ ഒരു രാജാവായിരുന്നു ശാന്തനു. അപ്പോൾ ഞാൻ ശാന്തനുവിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ശാന്തനു ഈ ഗംഗയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അപ്പോൾ ഗംഗ പറഞ്ഞു, ഗംഗ ബോലി, രാജൻ ആപ്കി പത്നി ഹോനേക്ക് മുझे സ്വീകാർ ഹൈ. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ആ വിവാഹ അഭ്യർത്ഥന ഞാൻ സ്വീകരിക്കുന്നു. പർ ഇസ്സെ പഹലെ ആപ്കോ മേരി ഷർത്തെ മാന്നി ഹോഗി. എൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കണം. അത് നിങ്ങൾ ക്യാ ആപ് മാനോगे, അത് സ്വീകരിക്കുന്നോ, നിങ്ങൾക്ക് അതിന് അത് സ്വീകാര്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാനെ കഹ അവശ്യ, തീർച്ചയായും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് അത് സ്വീകരിച്ചോളാം. രാജ ശാന്തനുവിനെ ഗംഗാക്ക് സാരി ഷർത്തെ മാൻ ലി, എല്ലാ കണ്ടീഷൻസും ഓക്കെ പറഞ്ഞു. വചൻ ദിയാ कि वह अपना उनका पूर्ण रूप से पालन करेंगे. അപ്പോൾ വാക്കും കൊടുത്തു. ആ സമ്മതിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണ രൂപത്തിൽ കംപ്ലീറ്റായും അതിനെ പാലിച്ചോളാമെന്നും വാക്കൊടുത്തു. സമയ പാക്കർ ഗംഗാസെ ശാന്തനുക്കെ കൈ തേജസ്വി പുത്രവേ. അപ്പോൾ ഇവർക്ക് മക്കളുണ്ടായി. പരന്തു ഗംഗാനെ ഒന്നെ ജീനെ നെയ്തിയ, ആ കുട്ടികളെ ഒന്നും ജീവിക്കാൻ സമ്മതിച്ചില്ല ഗംഗ എന്ത് ചെയ്തു? ഗംഗ നദിയിൽ കൊണ്ടുപോയിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ആ കുട്ടികളെല്ലാം വലിച്ചെറിഞ്ഞു. ബച്ചയ്ക്ക് पैदा होते ही वह उसे नदी की बहती हुई धारा में फेंक देती थी. അപ്പോൾ മക്കൾ ജനിച്ചപ്പോൾ തന്നെ ആ മക്കളെ കൊണ്ടുപോയിട്ട് ആ നദിയിലെ ഒഴുകുന്ന വെള്ളത്തിൽ വലിച്ചെറിയുമായിരുന്നു. और फिर हस्ती मुस्कुराती, ചിരിച്ചുകൊണ്ട് രാജാ ശാന്തനുക്ക് മഹൽ മേ ആ ജാത്തി थी. തിരിച്ച് ഈ ശാന്തനു രാജാവിൻ്റെ മഹലിലോട്ട്, കൊട്ടാരത്തിലോട്ട് തിരിച്ചും വരും, കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചു വരും. अज्ञात सुंदरी के इस व्यवहार से राजा शांतनु चकित रह जाते. ഈ അജ്ഞാത സുന്ദരിയായ ഈ ഗംഗയുടെ ഈ സ്വഭാവം കണ്ടിട്ട് രാജാവിന് ആശ്ചര്യം തോന്നി. उनके आश्चर्य और क्षोभ का पारावर न रहता. ഈ രാജാവിൻ്റെ ആശ്ചര്യത്തിനും ക്ഷോഭത്തിനും ക്രോധത്തിനും ദേഷ്യത്തിനൊന്നും അളവുണ്ടായിരുന്നില്ല. ശാന്തനു വചൻ ദേ ചുക്കേത്തെ, ഈ രാജാവ് ശാന്തനു വാക്കു കൊടുത്തിരുന്നു, അതുകൊണ്ടാണൊന്നും മിണ്ടാൻ പറ്റാത്തത്. അത് കാരണം മൻ മസോസ്കർ രാജാത്തേതേ, മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. 7 बच्चों को गंगा ने इसी भांति നദി കി ധാരാമേ ബഹാദിയ. അങ്ങനെ 7 കുട്ടികളെ ഇങ്ങനെ നദിയിൽ ഒഴുക്കി വിട്ടു. 8വാ ബച്ച पैदा हुआ, 8ാമത്തെ കുഞ്ഞും ജനിച്ചു. ഗംഗ ഉസേ ഭി ലേക്കർ നദി കി തരഫ് ജാനെ ലഗി. അതിനെ എടുത്തുകൊണ്ട് നദിയിലെറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പോവുമായിരുന്നു. तो शांतनु से ना रहा गया.
ശാന്തനു കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. രാജാവ് ചോദിച്ചു, മാ ഹോക്കർ അപ്പനെ നാദാൻ ബച്ചോക്കോ അകാരൻ ഹി ക്യോം മാർ ദിയാ കർത്തേ ഹോ. ഇനി അമ്മയായിട്ട് നീ എന്തിനാണ് സ്വന്തം മക്കളെ, പാവം ഈ കുഞ്ഞുങ്ങളെ നീ എന്തിനാണ് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് നദിയിലെറിഞ്ഞ് കൊല്ലുന്നത്? ഒരു കാരണവുമില്ലാതെ, ആ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ എന്തിനെങ്ങനെ കൊല്ലുന്നു? യഹ് ഘൃണിത് വ്യവഹാർ, ഈ ഇങ്ങനെയുള്ള ഈ പൊട്ട നിൻ്റെ ഈ സ്വഭാവം തുമേ ശോഭ നെയ്തേത്തെ, നിനക്ക് ഇതൊരു ശോഭിക്കുന്നില്ല, നീ ഇതിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. രാജാ കി ബാത് സുൻകർ ഗംഗ മൻ ഹി മൻ മുസ്കുരായി. അപ്പോൾ ഈ രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഗംഗയ്ക്ക് ഉള്ളിൽ ചിരി വന്നു, സന്തോഷം തോന്നി. പരന്തു ക്രോധ് ക അഭിനയ് കർത്തി ഹുയി ബോലി, എന്നിരുന്നാലും ദേഷ്യം വന്ന പോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, രാജൻ അപ്ന വചൻ ഭൂൽ ഗയേ. രാജാവ്, നിങ്ങളുടെ തന്ന വാക്ക് നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. മാലൂം ഹോത്താ ഹൈ കി ആപ്കോ പുത്ര സേ ഹി മത്ലബ് ഹൈ, നിങ്ങൾക്ക് മകൻ മാത്രമാണ് നിങ്ങൾക്ക് വലുത്. മുझसे नहीं, എനിക്ക് എന്നെ നിങ്ങൾക്കൊരു ആവശ്യമില്ല. ആപ്കോ മേരി ക്യാ പർവാ ഹൈ, എന്നെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് എന്ത് വിചാരമാണുള്ളത്? എന്നെക്കുറിച്ച് ഒരു വിചാരവും ഇല്ല. ठीक है, ശരി. पर शर्त के अनुसार, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് മേ അബ് നെഹി ഠഹർ സക്തി, ഞാനിവിടെ ഇനി എനിക്ക് ജീവിക്കാൻ, ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഹാ ആപ്കെ ഈസ് പുത്രക്കോ മേ നദി മേ നഹി ഫേക്കൂക്കി, നിങ്ങളുടെ ഈ പുത്രനെ ഞാൻ നദിയിൽ വലിച്ചെറിയില്ല. ഈസ് അന്തിം ബാലക്കോ, ഈ ലാസ്റ്റ് ഈ അവസാനത്തെ ഈ പുത്രന് മേ കുച്ച് ദിൻ പാലൂങ്കി, കുറച്ചു കാലം ഞാൻ ഈ പുത്രനെ, ഈ മകനെ ഞാൻ പാലൂങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തും. ഓർ ഫിർ പുരസ്കാർ കി രൂപ മേ ആപ്കോ സോപ്പ് ദൂങ്കി, ഒരു സമ്മാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ മകനെ തിരിച്ചു തരും, കുറച്ചു കാലം വളർത്തിയിട്ട്. യഹ് കേക്കർ ഗംഗ ബച്ചേക്കോ സാത്ത് ലേക്കർ ചലി ഗയി. അപ്പോൾ കുട്ടീനെയും കൊണ്ട് ഗംഗ അവിടെ നിന്ന് പോയി. യഹി ബച്ച ആകെ ചൽക്കർ ഭീഷ്മ പിതാമഹ കെ നാം സെ വിഖ്യാത് ഹുവ. ഈ കുട്ടിയാണ്, മകനാണ് പിന്നീട് പിൽക്കാലത്ത് പിതാമഹൻ ഭീഷ്മൻ ആയി അറിയപ്പെട്ടത്. ഗംഗ കെ ചലെ ജാനെ സെ രാജ ശാന്തനു കാ മൻ വിരക്ത് ഹോ ഗയാ. ഗംഗ ഇങ്ങനെ കുട്ടിയും കൊണ്ട് പോയപ്പോൾ രാജാവിന് വളരെ വിരക്തി തോന്നി, ദുഃഖം തോന്നി. ഉനോനെ ഭോഗ് വിലാസ് സെ ജി ഹട്ടാലിയ, അങ്ങനെ സുഖസന്തോഷത്തിൽ നിന്നെല്ലാം രാജാവ് മനസ്സിനെ മാറ്റി, അതിലൊന്നും വലിയ താല്പര്യമില്ല. ഓർ രാജ് കാജ് മേ മൻ ലഗാനെ ലഗെ, രാജാവിൻ്റെ പ്രവൃത്തികളിൽ, രാജാവിൻ്റെ ഡ്യൂട്ടികളിൽ മനസ്സ് കേന്ദ്രീകരിച്ചു. ഏക് ദിൻ രാജ ശിക്കാർ ഖേൽത്തെ ഖേൽത്തെ ഗംഗാ കെ തട്ട് പർ ചലെ ഗയെ. അപ്പോൾ രാജാവ് ഒരിക്കൽ ഈ ശിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടിക്കൊണ്ട് ഗംഗാ നദിയുടെ ഈ തട്ട്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ തീരത്ത് എത്തി. तो देखा किनारे पर खड़ा एक युवक, एक सुंदर और गठीला युवक गंगा की बहती हुई धारा में बाण चला रहा था. അപ്പോൾ നോക്കിയപ്പോൾ ഒരു സുന്ദരനായ ഒരു യുവാവ്, ഒരു കുട്ടി നദിയിലോട്ട് അമ്പെയ്യുന്നു. बाणों के बिछार से गंगा की प्रचंड धारा एकदम रुकी हुई थी. ആ അമ്പെയ്ത് കൊണ്ട് ആ ഗംഗയുടെ ഒഴുകുന്ന വെള്ളങ്ങൾ, ആ നദിയിലെ വെള്ളം അങ്ങനെ നിന്നുപോയി. അപ്പോൾ ഈ ദൃശ്യം ദേക്കർ ശാന്തനു ദംഗ് രഹ. ഈ ദൃശ്യം കണ്ടുകൊണ്ട് ഈ ശാന്തനു, ഈ രാജാവ് ആശ്ചര്യപ്പെട്ടു നിന്നുപോയി. ഇപ്പോൾ ഈ യുവാവ് നദിയിലോട്ട് അമ്പെയ്യുമ്പോൾ നദിയിലെ വെള്ളം നിന്നു പോകുന്നു. അതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് രാജാവ് ശാന്തനു.
इतने में ही राजा के सामने സ്വയം ഗംഗ ആകർ ഉപസ്ഥിത് ഹോ ഗയി. ഉപസ്ഥിത് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്. അപ്പോൾ അത് ആ ഇടയിൽ തന്നെ അപ്പം തന്നെ ഗംഗ രാജാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഗംഗാനെ യുവക്കോ അപ്പനെ പാസ് ബുലായ. ഗംഗ ആ യുവാവിനെ, ആ കുട്ടിയെ അടുത്ത് വിളിച്ചു. और राजा से बोली, രാജാവിനോട് പറഞ്ഞു, രാജൻ പഹചാന മുझे और इस युवक को, എന്നെയും ഈ യുവാവിനെയും നിങ്ങൾക്ക് മനസ്സിലായോ? യഹി ആപ്കാ और मेरा 8वां പുത്ര ദേവവ്രത് है. ഇതാണ് നിങ്ങളുടെയും എൻ്റെയും 8ാമത്തെ പുത്രനായ ദേവവ്രത്. മഹർഷി വസിഷ്ഠനെ ഇസെ ശിക്ഷ ദീ ഹെ. ഇവനെ പഠിപ്പിച്ചതെല്ലാം മഹർഷി വസിഷ്ഠനാണ്. വസിഷ്ഠ മഹർഷിയാണ് ഇവനെ പഠിപ്പിച്ചത്. ശാസ്ത്രജ്ഞാൻമേ ശുക്രാചാര്യ, ശാസ്ത്രജ്ഞാൻമേ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവിൽ, ശാസ്ത്രജ്ഞാൻമേ ശുക്രാചാര്യ ഓർ രണകൗശൽമേ യുദ്ധത്തിൻ്റെ ഇതിൽ, ആ യുദ്ധത്തിൻ്റെ ടെക്നിക്കുകളിൽ, യുദ്ധകൗശൽമേ പരശുരാം ഹി ഇസ്ക മുക്കാബല കർ സക്തേ ഹൈ. പരശുരാമനും ശുക്രാചാര്യം മാത്രം ഇവനോട് എന്താണ് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എതിരിടാൻ പറ്റുള്ളൂ. അത്രയും ബലവാനാണ്, അത്രയും ടാലൻ്റുള്ള, അത്രയും കഴിവുള്ള ഒരു യുവാവാണ്, ഒരു കുട്ടിയാണ്. ജിത്ന കൗശൽ യോദ്ധ ഹെ, എത്ര നല്ല യോദ്ധാവാണോ ഉത്തനെ ഹി ചതുർ രാജനീതിക്ക് ഭി ഹെ. രാജനീതിയിലും, അതായത് മറ്റുള്ള രാജാവിൻ്റെ പോളിസി ഉണ്ടാക്കണേലും അതിലെല്ലാം അത്രയും അറിവുള്ള കുട്ടിയാണിത്. ആപ്കാ പുത്ര മേ ആപ്കോ സോപ്പ് രഹി ഹൂം. അപ്പോൾ ഇത്ര നല്ലൊരു കുട്ടിയെ, നിങ്ങളുടെ മകനെ ഇത്രയും പഠിപ്പിച്ച്, ഇത്രയും കേപ്പബിൾ ആക്കിയിട്ട്, ഇത്രയും കഴിവുള്ളവനാക്കി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അബ് ലേ ജായിയേ, നിങ്ങളിപ്പോൾ രാജാവ് ഈ കുട്ടിയെ, നിങ്ങളുടെ മകനെ കൂടെ കൊണ്ടുപോകോ. അബ് ലേ ജായിയേ ഇസെ അപ്നെ സാത്ത്, നിങ്ങളുടെ കൂടെ കൊണ്ടുപോകും. ഗംഗാനെ ദേവവ്രത് കാ മാഥ ചൂമ, അതിൻ്റെ ദേവവ്രത്തിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട്, ആശീർവാദ് ദേക്കർ രാജാ കെ സാത്ത് ഉസെ വിദാ കർ ദിയ. അങ്ങനെ ആശീർവദിച്ചുകൊണ്ട് രാജാവിൻ്റെ കൂടെ ദേവവ്രത്തിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതാണ് ഈ 2ാമത്തെ ലെസണിലുള്ള കഥ.